അമ്മയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ദേവനന്ദിനി മാഡം എപ്പോ കാനഡയിൽ വന്നു? ഞാൻ വന്നിട്ട് 1 വീക്കായി. മാഡം എന്താ സർപ്രൈസ് ആയിട്ട്? ഇവിടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ഇത് നമ്മുടെ ഫീൽഡ് ആണല്ലോ, അപ്പോ അറിഞ്ഞു കേട്ട് വരുന്നതിൽ തെറ്റില്ലല്ലോ. ഒരു തെറ്റുമില്ല മാഡം. ആരാ മോനെ അത്? അമ്മേ, അതാണ് ദേവനന്ദിനി മാഡം. പല ചാനലുകളിലും കുക്കിംഗ് ഷോ നടത്തുന്നുണ്ട്. ഇപ്പോ വലിയ നിലയില്ല. Sorry, I'm really sorry. മോളുണ്ടാക്കിയത് മുഴുവൻ താഴെ പോയല്ലോ. ഈശ്വര, സമയം അവസാനിക്കാറായി. ഇനി ഒരു 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. മോനെ. അമ്മേ, അങ്ങോട്ട് പോവാൻ പാടില്ല. അത് മാത്രമല്ല എന്നെ അലട്ടുന്ന പ്രശ്നം. എത്രയും പെട്ടെന്ന് രുക്മിണി മാഡത്തിന്റെ ക്യാഷ് കൊടുത്ത് തീർക്കണം. എനിക്ക് തോന്നുന്നത് അതിനുള്ള വഴി എത്രയും പെട്ടെന്ന് തന്നെ തെളിയുന്ന. ജഗദീശന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അവള് തോറ്റു, ഉറപ്പല്ലേ? അംബികയോടാ കളി. ഇനി നീ രാജുവിന്റെ വീടിന്റെ രക്ഷകയാകുന്നത് എനിക്കൊന്ന് കാണണം. ഈശ്വര, എന്റെ മോള് അവളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് അവളെ ചെന്ന് കയറിയ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പാചക മത്സരത്തിൽ അവളുടെ ഗുരു രാധമ്മയാ. രാധമ്മ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഓർത്ത് ചേരുവകൾ കൃത്യമായി ചേർത്ത് രുചിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ അവൾക്ക് കഴിയണേ.
ലയൺസ് ക്ലബ്ബ് വീട്ടമ്മമാർക്ക് വേണ്ടി നടത്തിയ ഫുഡ് കോമ്പറ്റീഷൻ പര്യവസാനിച്ചിരിക്കുന്നു. ജഡ്ജസ് വിജയി ആരാണെന്നും തീരുമാനിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സനീഷ് കുറുപ്പ് സാർ വിജയിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ദേവനന്ദിനി മേഡം ഉള്ളപ്പോ മേഡം തന്നെ അത് നിർവഹിച്ചാ മതി. ഓക്കെ. എന്റെ പേര് ദേവനന്ദിനി. എന്നെ ഇവിടെ നിങ്ങളില് കുറച്ചുപേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആരാണെന്നുള്ളത് വിട്ടേക്കൂ. ആദ്യം തന്നെ ഞാൻ വിജയികൾ ആരാണെന്ന് പ്രഖ്യാപിക്കാൻ പോവാ. മത്സരത്തിന് മുൻപായി ഇവിടെ നിന്ന് ലഭിച്ച ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇവിടുത്തെ വിധികർത്താക്കൾ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇതല്ലേ, ശില്പ ചക്രവർത്തി. കൺഗ്രാറ്റ്സ്. 1ാം സമ്മാന തുകയായ 25 ലക്ഷം രൂപയുടെ ചെക്ക് അടുത്ത ദിവസം ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശില്പ ചക്രവർത്തിക്ക് കൈമാറുന്നതാണ്. രണ്ടാം സ്ഥാനം ബിന്ദു അനിൽ. വിഷമിക്കണ്ട മാഡം. അയ്യോ, ഇങ്ങനെ വിഷമിച്ച് എങ്ങനെയാ ഋതുമോളെ? ശില്പയ്ക്കെതിരായി ഫുഡ് കോമ്പറ്റീഷനിൽ മത്സരിക്കണ്ടെന്ന് എനിക്ക് ഋതുമോളോട് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ മോൾക്ക് ഇഷ്ടാവില്ല എന്ന് കരുതിയിട്ടാ. അതെ, ആ കുട്ടി ഭയങ്കര ടാലന്റഡാ. രാജു, നിങ്ങൾക്കെന്തോ ക്യാഷിന്റെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? എത്രയാണെന്ന് വെച്ചാ പറ, ഞാൻ വീട്ടിലെത്തിക്കാം. വേണ്ട, എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. വാരാതമേ, നമുക്ക് എല്ലാം എടുത്തോണ്ട് പോവാം. എക്സ്ക്യൂസ് മീ. ഋതിക ഉണ്ടാക്കിയ ഡിഷ് വളരെ നന്നായിരുന്നു കേട്ടോ. താൻ പറഞ്ഞത് ശരിയാ. ഇറ്റ്സ് വെരി ഡെലിഷ്യസ്. ഇത് ഞാൻ കോമ്പറ്റീഷൻ ഐറ്റം താഴെ പോയപ്പോ ഉണ്ടാക്കിയതാ. ജഡ്ജസ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വരുമ്പോ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേന്ന് ഓർത്തു. ഗുഡ്. ഈ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? പറയുമോളെ. ഇത് എന്റെ മദറിലോ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാ. ആഹാ. നമ്മള് സാധാരണ ഉണ്ടാക്കാറുള്ള പുട്ട് പോലെയല്ല. ഈ പുട്ടില് പലതരം പച്ചക്കറികളുണ്ട്. പുട്ട് മലയാളികളുടെ പ്രിയപ്പെട്ട ആഹാരമാണല്ലോ. ഈ പുട്ട് വിശപ്പകറ്റുക മാത്രമല്ല, ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻസും പ്രോട്ടീൻസും ഒക്കെ നൽകും. വളരെ ലൈറ്റായ സൈഡ് ഡിഷ് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഈ ഡിഷ് നമുക്ക് സ്വാദോടെ കഴിക്കാം. ഓക്കേ. പിന്നെ അവല് ശർക്കരയും കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രൈ ഐറ്റം കൂടിയുണ്ട്. ആഹാ. താനുണ്ടാക്കിയ ഈ ഐറ്റംസിന്റെ റെസിപ്പി എനിക്ക് വിൽക്കാൻ തനിക്ക് താല്പര്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെയുള്ള എത്ര ഐറ്റംസ് തനിക്ക് ഉണ്ടാക്കാൻ അറിയാം? ഏകദേശം 100-ലേറെ റെസിപ്പീസ് മോൾക്കുണ്ടാക്കാൻ അറിയാം. ഓ, ഗുഡ്.
ഋതിക എനിക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന ആദ്യത്തെ 25 റെസിപ്പീസിന് ഞാൻ തനിക്ക് ഇപ്പൊ തരാൻ പോകുന്നത് 15 ലക്ഷമാണ്. ആരംഭിക്കാൻ പോകുന്ന ഒരു ആഡംബര ഹോട്ടലിലേക്ക് ലോകത്തിന്റെ എല്ലാ കോണിലുള്ള നാടൻ രുചികളും തേടിയുള്ളൊരു യാത്രയിലായിരുന്നു ഞാൻ. ഏതായാലും സൗത്ത് ഇന്ത്യ മുഴുവൻ എനിക്ക് കറങ്ങേണ്ടി വന്നില്ല. എനിക്ക് തന്റെ മൊബൈൽ നമ്പർ ഒന്ന് വേണം. പാസ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് ദുബായ് വരെ ഒന്ന് പോവേണ്ടി വരും. ഇത്രയും ഹെൽത്തിയും ഡെലീഷ്യസുമായ ഫുഡ് ഉണ്ടാക്കിയ ഒരാളെ ഇന്റർനാഷണൽ ഷെഫ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ. തോറ്റിട്ടും അവള് ജയിച്ചല്ലോ അമ്മേ. അവക്ക് ആവശ്യമുള്ള കാശും കിട്ടി. സഹിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്ക്. വിഷമല്ല അമ്മേ, നാണക്കേടാ. ഇനി അവളുടെ മാസ് ഡയലോഗ് മൊത്തം ഒന്നും പറയാൻ പറ്റാതെ നിന്ന് കേൾക്കേണ്ടി വരുമല്ലോ എന്നോർത്താ എന്റെ ടെൻഷൻ. ഇവിടെ ആരും ഇല്ലേ? അകത്തേക്ക് കയറി വരാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം. പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അകത്തേക്ക് കയറുക. വാ മോളെ. ഞങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടത്തില് നിങ്ങൾ പണം തന്ന് ഞങ്ങളെ സഹായിച്ചു. ഒരിക്കലും ഞങ്ങൾക്കത് മറക്കാനും പറ്റില്ല. അന്ന് നിങ്ങളുടെ പണം ഇല്ലായിരുന്നെങ്കിൽ ഐഷുമോൾക്ക് എന്ത് സംഭവിക്കായിരുന്നെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോ നിങ്ങളുടെ പെരുമാറ്റം ആകെ മാറി. ഒരു കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് ഞങ്ങൾ നിങ്ങളെ ആരെയും ചതിച്ചിട്ടില്ല. എല്ലാം ദൈവവിധി പോലെ സംഭവിച്ചു പോയതാ. അത് മനസ്സിലാക്കാതെ ആ ക്യാഷ് എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനും വീടൊഴിയാനും നിങ്ങൾ പലതരത്തില് ഞങ്ങളെ വരിഞ്ഞു മുറുക്കി കളഞ്ഞു. രുക്മിണി പറഞ്ഞ സമയത്തിനുള്ളില് പണം തിരികെ തരാൻ കഴിയുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു. പക്ഷേ ദൈവം ഞങ്ങളുടെ കൂടെ തന്നെയാ. അതുകൊണ്ടാ ഋതിക മോൾക്ക് ഈ ക്യാഷ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഇവള് എന്റെ മരുമകളല്ല, എന്റെ മകളാണ്. ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യാണ്. രാജുവിന് കിട്ടിയ മഹാഭാഗ്യാണ്. മോളെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കറിയാം, മനസ്സുകൊണ്ട് നീ നന്മയുള്ളവളാണ്. നീ അന്ന് വീട്ടിൽ വന്ന് ഋതിക മോളുടെ സ്വർണം വാങ്ങിക്കൊണ്ടുപോയി. പക്ഷെ അത് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരോ നിനക്ക് താല്പര്യം ഉണ്ടായിട്ടോ അല്ലാന്ന് എനിക്കറിയാം. അതിന്റെ പിന്നിൽ ആരാണെന്നും എനിക്കറിയാം. ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ലെന്നറിയാം. എന്നാലും രുക്മിണി. രാധമ്മേ, വേണ്ട. രാധമ്മേ, ക്യാഷ് കൊടുക്ക്. ഒരു രൂപ പോലും കുറവില്ല. എണ്ണി തിട്ടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആവാം. അതിന്റെ ആവശ്യമില്ല. ഇപ്പോ നമ്മൾ തമ്മിലുള്ള പണത്തിന്റെ ഇടപാട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം
ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കണോ വേണ്ടയോന്ന്. ഇറങ്ങാൻ പറഞ്ഞ ഈ നിമിഷം ഇറങ്ങാനും ഞങ്ങൾ റെഡിയാ. ആ, രാധമ്മേ, നിങ്ങൾ ആരും അവിടുന്ന് പോവരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. വാടക ചീട്ട് നമുക്ക് പുതുക്കി എഴുതിക്കാം. വേണ്ട, അതൊന്നും ശരിയാവില്ല. രമ്യ, വേണ്ട. എന്നായാലും ഞങ്ങൾ പോവാനുള്ളവർ തന്നെയാ. അത് കുറച്ച് നേരത്തെ ആവുന്നു എന്ന് കരുതിയാ മതി. രാധമ്മേ, ഞാൻ രാധമ്മേ എന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ കണ്ടിരിക്കുന്നെ. രാധമ്മ എന്നെ മകളെ പോലെയാ കണ്ടിരിക്കുന്നെങ്കിൽ എന്റെ ഈ റിക്വസ്റ്റ് അംഗീകരിക്കണം. പോകരുത്. എനിക്ക് നിങ്ങളെയൊക്കെ അത്രയ്ക്ക് ഇഷ്ടാ. പ്ലീസ്. പക്ഷേ രുക്മിണിക്ക് അതിഷ്ടല്ലോ. മോൾക്ക് എപ്പ വേണമെങ്കിലും ഞങ്ങളെ വന്ന് കാണാലോ. എന്താ അതുപോരെ? അത് പോരെ രാധമ്മേ. എനിക്ക് നിങ്ങളെന്നും ഇവിടെ തന്നെ ഉണ്ടാവണം. അമ്മയോട് ഞാൻ സംസാരിച്ച് സമ്മതിപ്പിച്ചോളാം. ശരി, നിങ്ങൾ തീരുമാനിച്ചിട്ട് അറിയിച്ചാ മതി. ആ പിന്നെ ഇനി ഋതു മോളുടെ കയ്യിൽ നിന്ന് ഈടായി വാങ്ങിച്ച സ്വർണവും മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളും തിരികെ തന്നേക്ക്. രമ്യ മോളല്ലേ വാങ്ങിക്കൊണ്ട് പോയത്? അപ്പോ മോള് തന്നെ തിരികെ കൊടുത്തേക്ക്. ദാ, പോവാ മോളെ. നീ എന്തിനാ അവരിവിടെ തന്നെ നിൽക്കണോന്ന് വാശി പിടിക്കുന്നേ? ഇത്രയും നാണം കെട്ടത് പോരെ? അതെ അമ്മേ, ഇപ്പൊ നമ്മള് നാണം കെട്ട് നിക്കുക. നമ്മള് നാണം കെട്ടിങ്ങനെ നിക്കുമ്പോ അവര് വിജയിച്ചിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയാൽ എങ്ങനെയാ? അതുകൊണ്ടാ അവരോട് ഇവിടെ തന്നെ നിക്കാൻ ഞാൻ പറഞ്ഞത്. അവരിവിടുന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് വേണം ഇറങ്ങാൻ. എന്നാലേ എനിക്ക് തൃപ്തിയാവും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഇത്ര കടന്ന് ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ എങ്ങനെയാ? അവരുടെ വാടക ചീട്ട് പുതുക്കി എഴുതിക്കല്ലേ? ഉറപ്പായിട്ടും വാടക ചീട്ട് എഴുതിച്ചിട്ട് വേണം അവരുടെ ചീട്ട് എനിക്ക് കീറിയെടുക്കാൻ. മോനെ, നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. കാരണം ക്യാഷ് കൊണ്ടേ കൊടുക്കാൻ റിയ മാഡത്തിന്റെ കൂടെ പോയിരിക്കുന്നത് നിന്റെ അമ്മയാ. നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിച്ചതിന് അവളുടെ വക ഒരു പ്രകടനം ഉറപ്പാ. എടാ, നിന്റെ അറിവില് വീട് വല്ലതും കിടപ്പുണ്ടോ? എന്റെ 2-3 ഫ്രണ്ട്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരന്വേഷിക്കുന്നുണ്ട്. ശരിയാവും. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഈ വീട് വിട്ടു പോകുന്ന ഒരു സങ്കടം തന്നെയാ. അച്ഛാ, ആ ദാ കട്ടൻ. എടാ, നിനക്ക് കട്ടൻ വേണോ? വേണ്ട. എന്താ അച്ഛാ, എന്തുപറ്റി? ഞാനിവനോട് പറയായിരുന്നു, ഈ വീട് വിട്ട് എപ്പോ വേണമെങ്കിലും നമ്മൾ ഇറങ്ങേണ്ടി വരും. അവരാണെങ്കിൽ പോയിട്ട് കുറച്ചധികം നേരമായി. എന്താ അവിടെ സംഭവിക്കാന്ന് അറിയാനും വഴിയില്ല. അത് ശരിയാണല്ലോ രാജു. അവര് പോയിട്ട് കുറെ നേരമായല്ലോ. നീ ഒന്ന് ചെന്ന് അന്വേഷിച്ചിട്ട് വാ. ശരി ചേച്ചി.